ഹിജ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്താ സൂറത്ത് ഹിജ്റിൽ പറഞ്ഞത്? 2-ാം വാള്യം നംലിന്റെ മുമ്പുള്ളതാ. PK മൂസ മോലയുണ്ട്, അമാനി മോലയുണ്ട്, അലവി മോലയുണ്ട്, കെ മോലയുണ്ട്, എല്ലാവരും കൂടി എഴുതിയതാ. സക്കരിയ വിശദീകരിക്കണം. ഹിജ്റിന്റെ 17-18 വചനങ്ങൾ കേട്ടോളൂ നിങ്ങൾ. വലഖദ് ജഅൽനാ ഫിസ്സമായി ബുറൂജ വസയ്യനാഹാ ലിന്നാസിരീൻ വഹഫിൾനാഹാ മിൻ കുല്ലി ശൈത്വാനിർ റജീം ഇല്ലാ മൻ ഇസ്തറക സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. അങ്ങനെ വിശദീകരിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു. വിശദീകരിക്കാൻ 1, 2, 3-ാമത്തെ പാരഗ്രാഫ്. ഈ 18-ാം വചനത്തിന്റെ ശീർഷകത്തിലും മറ്റും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു നബി വചനത്തിന്റെ സാരം മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു ആകാശത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ വചനങ്ങളോടുള്ള ഭക്തി നിമിത്തം മലക്കുകൾ ചിറകടിക്കും. ഒരു മിനുസമായ വെള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെയായിരിക്കും അത്. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നടുക്കം നീങ്ങുമ്പോൾ റബ്ബു പറഞ്ഞതു എന്താണെന്ന് അവർ ചോദിച്ചറിയും. ഇത് കട്ടുകേൾക്കുന്നവർ പിശാചുക്കൾ കേൾക്കും. അവർ ഒരാൾക്കു മീതെ മറ്റൊരാളായി നിലകൊള്ളുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കേട്ട ആൾ താഴെയുള്ളവർക്ക് അത് ഇട്ടുകൊടുക്കും മുമ്പ് തന്നെ അവനു തീജ്വാല ബാധിക്കും. കേട്ടോ, കട്ടുകേൾക്കൂല, സാധ്യല്ല എന്ന് ജിന്നുകൾ തന്നെ പറഞ്ഞു. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും മുരട്ടുശീലക്കാര് ചെന്നിട്ട് കേൾക്കുകയാണെങ്കിൽ മനുഷ്യരുടേതല്ലട്ടോ കട്ട് കേൾക്കുന്നത്, മലക്കുകളുടെ സംഭാഷണം കേട്ടാൽ തന്നെ തീജ്വാല വരും, കരിച്ചു കളയുന്നു, മുന്നോട്ട് പോകാൻ പറ്റൂല. ഇല്ല മനിസ്തറക സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. പക്ഷെ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചവനൊഴികെ അപ്പോൾ പ്രത്യക്ഷമായ ഒരു തീജ്വാല അവനെ പിന്തുടരും. നോക്ക്, അമാനിമോലെ കൊടുത്ത അർത്ഥം എന്താ? ഇല്ല മനിസ്തറക സമഅ, കട്ടു കേട്ടവനൊഴികെ എന്നല്ല, കട്ടു കേൾക്കുവാൻ ശ്രമിച്ചവനൊഴികെ. അല്ല ഈ കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടും റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ച ആ മുരട്ടുശീലക്കാരൻ വീണ്ടും ശ്രമിച്ചു നോക്കും. അപ്പം കാണാം അതിന്റെ പുകയില് തീജ്വാല പിന്തുടരും, അവനെ കരിച്ചു കളയും. ഇനി കേട്ടുകേൾവിണ്ടോ? എന്താണ് കൂട്ടരെ സമൂഹത്തോട് പറയുന്നത്? പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പാ കട്ടുകേൾവി നടന്നത്. ഇതാണ് വസ്തുത. ഇനി നോക്ക്, അമാനി മൗലവി സൂറത്തു ശുആറായിലും വിശദീകരിച്ചിട്ടുണ്ട്. നംലിന്റെ മുമ്പാണ് വിശദീകരിച്ചു. സൂറത്തു ശുആറായിലെ 221, 223 വചനങ്ങൾ അമാനി മൗലവിയുടെ പരിഭാഷ. 3-ാം വാള്യം സൂറത്തു ശുആറാ എടുക്ക്. 221, 22, 23 വചനങ്ങൾ പരിശോധിച്ചു നോക്കുക. ഹലുനബ്ബിയുക്കും അലാമൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാക്കിൻ നസീം യുൽഖൂന സമഅ വഅക്സറുഹും കാദിബൂൻ. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വർത്തമാനം അറിയിച്ചു തരട്ടെയോ? മഹാവ്യാജകനും ദുഷ്ടനുമായ എല്ലാവരുടെയും മേലത്ര പിശാചുക്കൾ ഇറങ്ങുന്നത്. അവർ ചെവി കൊടുക്കുന്നതാണ്. അവരിൽ അധികം ആളുകളും വ്യാജം പറയുന്നവരാകുന്നു. എന്നിട്ട് വിശദീകരിക്കുന്നു അമാനി മൗലവി 2-ാമത്തെ പാരഗ്രാഫില്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഈ വിഷയം വ്യക്തമാക്കുന്നു. 2-ാമത്തെ പാരഗ്രാഫ്. ഹദീസ് ഇപ്രകാരമാണ്: ചില ആളുകൾ ഗണിതക്കാരെ, ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. 2-ാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിക്കുന്നത്. ചില ആളുകൾ ജ്യോത്സ്യന്മാരെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസൂ ബിശൈഇൻ, അവർ ഒന്നും തന്നെയിൽ അല്ല, അഥവാ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. നോക്ക്, എന്താ നബി പറഞ്ഞത്? ലൈസൂ ബിശൈഇൻ, അവർ ചിലതൊക്കെ പറഞ്ഞു തരുന്നല്ല പറഞ്ഞ്. ലൈസൂ ബിശൈഇൻ, അവർ ഒന്നും തന്നെയല്ല, അഥവാ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അവർ ചോദിച്ചു. അപ്പൊ സഹാബികൾ പ്രവാചകനോട് തിരിച്ചു ചോദിച്ചു, അവർ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാകാറുണ്ടല്ലോ, അവർ ചിലതൊക്കെ സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാവാറുണ്ടല്ലോ. അപ്പൊ എന്താ പ്രവാചകൻ പറഞ്ഞത്? അപ്പോൾ തിരുമേനി ഇങ്ങനെ മറുപടി പറഞ്ഞു. അപ്പൊ എന്താ ചിലതൊക്കെ സംസാരിക്കുന്നത് യാഥാർത്ഥ്യമാകാറുണ്ടല്ലോ എന്ന് അവർ ചോദിക്കാൻ കാരണം എന്താ? ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് കട്ടുകേട്ടിരുന്നു ഇവർ. അത് അമാനി മൗലവി ഇവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ 1-ാമത്തെ പാരഗ്രാഫില്
മനുഷ്യർക്ക് അറിയാൻ കഴിവില്ലാത്ത ചില കാര്യങ്ങൾ പിശാചുക്കൾക്ക് അറിയാൻ സാധിച്ചേക്കും. അവർ ഒരു തരം അദൃശ്യ സൃഷ്ടികളാണല്ലോ. എന്നിട്ട് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, അമാനി മൗലവി സൂറത്തു ശുആറാന്റെ 221 ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ആദ്യ പാരഗ്രാഫിൽ പറയാം. ഞാനത് ഇപ്പോൾ വായിക്കാൻ കാരണം എന്താ, റസൂലുള്ള എന്താ പറഞ്ഞത്? ചിലതൊക്കെ അവർ പറഞ്ഞത് ശരിയാവുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള എന്താ പറഞ്ഞത്? ലൈസൂബി ഷൈഇൻ, ഒന്നുമല്ല അവർക്ക്, ഒരടിസ്ഥാനമില്ല അവർക്ക്. അപ്പോൾ അവർ തിരിച്ചു വയ്ക്കുന്ന ചിലതൊക്കെ ശരിയാവുണ്ടല്ലോ. അതെന്താ? ജാഹിലിയ കാലഘട്ടത്തിൽ ഇവരുടെ അനുഭവം വെച്ചിട്ട് ഇവർ ചോദിച്ചതാ. അഥവാ നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ഇവർ ആകാശത്തിലേക്ക് കയറിപ്പോയിരുന്നു, കട്ടുകേട്ടിരുന്നു. നോക്കൂ, അമാനിമോലെ എത്ര കൃത്യമായ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമാനി മൗലവി 221 മുതലുള്ള വചനങ്ങൾ സൂറത്തു ശുആറായിൽ വിശദീകരിച്ചെടുത്ത് 1ാമത്തെ പാരഗ്രാഫിൽ അതിന്റെ 7ാമത്തെ വരിയിൽ പറഞ്ഞതാണത്. സക്കരിയക്ക് നിഷേധിക്കാൻ പറ്റുമോ? കട്ടുകേൾവിന്നില്ല, അത് പ്രവാചകന് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് നടന്നിരുന്നതാ. പിന്നെ എന്റെ സഹാബികൾ പ്രവാചകനോട് ചോദിക്കാൻ കാരണം ജാഹിലിയത്തിലുള്ള അവരുടെ അനുഭവം വെച്ച് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ കൃത്യമായി മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? തിൽക്കൽ കലിമ മിനൽ ഹഖ് യഖ്തിഫുഹാ അൽ ജിന്നിയും ഫയുഅർറുഹാ ഫീ ഉദ്നി വലിഹി കവറാറത്തിദ് ദജാജ്. എന്താണത്? യഥാർത്ഥമായി പുലരുന്ന ആ വാക്ക് ജിന്നുവർഗത്തിൽപ്പെട്ടവർ തട്ടിയെടുക്കുന്നതാണ്. എന്നിട്ട് അവൻ തന്റെ ബന്ധുക്കളുടെ കാതിൽ പിടക്കോഴി കറകറ എന്നു കുറുകും പ്രകാരം അത് കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ അതിൽ കൂടി 100ലേറെ കളവും കൂട്ടിക്കലർത്തുന്നു. ബുഖാരിയുടെ ഹദീസ്. അപ്പൊ ഇത് ഏതാ സംഭവം? ഇത് പ്രവാചകത്വത്തിന് ശേഷം നടന്ന സംഭവത്തെ കുറിച്ചല്ല പറഞ്ഞത്. പ്രവാചകത്വത്തിന് മുമ്പ് സംഭവിച്ചിരുന്ന കാര്യം അവരുടെ അനുഭവം വെച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞതാ. കാരണം അതേ റസൂൽ തന്നെയാണ് വിശദീകരിച്ചത്. പ്രവാചകത്വത്തോടു കൂടി അതെന്ത് ചെയ്തിട്ടുണ്ട്? നിലച്ചിട്ടുണ്ട്. സൂറത്തു ജിന്നിലെ, അതുപോലെ സൂറത്തു സ്വാഫാത്തിലെ, സൂറത്തു ഹിജ്റിലെ, സൂറത്തു ശുആറായിലെ വചനങ്ങൾ വായിച്ചു. കൃത്യമായി വിശദീകരിക്കപ്പെട്ടത്, പണ്ഡിതന്മാർ വിശദീകരിച്ചത് കട്ടുകേൾവി നിലച്ചിട്ടുണ്ട് എന്നാ. ഇനി അങ്ങനെ കട്ടുകേൾക്കാൻ കഴിയില്ല. ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ അവനെ ശക്തമായ തീജ്വാല പിന്തുടരും, കരിച്ചു കളയുമെന്ന വിശദീകരിച്ചത് സൂറത്തു നംലിന്റെ മുമ്പിലുള്ളതാ. PK മൂസ മൗലവി നോക്കിയാണ്, അലവി മൗലവി നോക്കിയാണ്, KM മൗലവി പരിശോധിച്ചിട്ടുണ്ട്, അമാനി മൗലവി എഴുതിയതാ. നിഷേധിക്കാൻ സാധിക്കുമോ സക്കരിയാക്കൾക്ക്? ഇനിയും എന്തിനാ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എത്രത്തോളം എന്ന് വെച്ചാൽ